ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആർക്കും ഈ ഒരു നെക്ക് ഡിസൈൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ റൗണ്ട് നെക്കും താഴേക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു സ്ലിറ്റ് പോലെ വരുന്നതുമായിട്ടുള്ള ഒരു നെക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സാധാരണ കുർത്തയ്ക്കും അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പിനൊക്കെ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്യാൻവാസിൽ 3 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ തന്നെ 6 ഇഞ്ച് ലെങ്ത്തിലും ഒരു സ്റ്റിഫ് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് ഈ 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടേക്കണത് കണ്ടോ, അത് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി അടിക്കണം. ആ ക്യാൻവാസിലേക്ക് നമ്മളിത് പതിച്ച് അടിക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചേക്കണത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആ ലൈനിൻ്റെ 2 സൈഡിലും നമ്മളൊരു പോയിൻ്റ്, ടേപ്പിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു വി പോലെ ആ ഒരു സെൻറ്ററിൽ വരച്ചേക്കണ ലൈനിലേക്ക് വരയ്ക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിക്കും കാണിച്ച് തരാം. അപ്പോൾ കറക്റ്റ് അവിടെ ആ റൗണ്ടിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് താഴേക്ക് ആ ഒരു വി ഷേപ്പിൽ വന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ മുകളിലേക്ക് കയറി പോവുക. ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ഒരു ചെറിയ ഒരു സ്ലിറ്റ് പോലെ അവിടെ വരുന്നുണ്ട്. അതാണ് ഈ നെക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിത് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ചെയ്തെടുക്കട്ടെ. അരിക് ചേർന്ന് അടിക്കുക. നമ്മൾ ഈ കറക്റ്റ് ആ ഒരു കോർണറിലൊക്കെ വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മടക്കി അടിക്കേണ്ടതാണ്. ആ ഒരു വളവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇത് അരിക് വശം ചേർന്നിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ നെക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിന് ശേഷം അത് കുർത്തിയിലേക്ക് വെക്കാനായിട്ടാണ്. ആ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുർത്തി. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നടുക്കൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലൈനൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സെൻറ്ററിൽ വെച്ചിട്ട് നേരെ ആ ഒരു ലൈനിൽ കൂടി തന്നെ നമുക്ക് താഴേക്ക് അടിക്കാം. ഞാനതൊന്ന് തെന്നിപ്പോവാതെ ഒന്ന് പിൻ ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കോട്ടൻ്റെ കുർത്തി ആയതുകൊണ്ട് അധികം പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അരികെ ചേർന്ന് അടിച്ചു വരികയാണ്. ക്യാൻവാസിൽ കൊള്ളാതെ കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ സൈഡിൽ കൂടെ അടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട്. നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൻ്റെ അവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഞാൻ ആ വരച്ചേക്കണ ആ ഒരു ലൈൻ കണ്ടോ, ആ വി ഷേപ്പിലുള്ള അതേ കൂടെ വരിക. താഴെ കൊണ്ടുവന്ന് വീണ്ടും സൂചി കുത്തി നിർത്തുക. അതിന് ശേഷം മുകളിലേക്ക് പോവുക. ആ ഒരു ലൈനിൽ കൂടെ മുകളിലേക്ക് പോവുക. നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചേക്കണം എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുമാണ് നമ്മൾ ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അരികു ചേർന്ന് അടിച്ചു വരിക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി അതൊന്ന് നടുഭാഗം എക്സ്ട്രാ ഉള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിടുക. തുണി കട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്നില്ല. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, വി ഷേപ്പ്, അതൊന്ന് കട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ വരുന്ന ആ ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും വെക്കാം. ഇതിപ്പോൾ നമ്മുടെ കുർത്തയുടെയൊക്കെ നെക്ക് വരുന്നതില്ലേ, അതുപോലെ തന്നെയാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലൊരു ബട്ടൺസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ഡിസൈൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.